ഇന്ത്യയുടെ അഭിമാന താരം 14 വയസ്സുള്ള വൈഭവ് സൂര്യവംശിയുടെ തകർപ്പൻ ഇന്നിംഗ്സിന്റെ ബലത്തിൽ അണ്ടർ-19 ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം ഒരിക്കൽ കൂടി ഇന്ത്യയിലേക്ക് എത്തി. വെറും 80 ബോളിൽ നിന്നുമാണ് വൈഭവ് 175 റൺസ് നേടിയത്. അതിൽ 150 റൺസും ബൗണ്ടറികളിലൂടെയാണ് വന്നത്. 55 പന്തിൽ നിന്നും സെഞ്ചുറി നേടിയ ശേഷം ബാക്കി 24 പന്തിൽ നിന്നാണ് 75 റൺസ് വരുന്നത്. 80ാമത്തെ പന്തിൽ പുറത്താകും. മത്സരം ഏതായാലും എതിർ ടീം ഏതായാലും തന്റെ ശൈലിയിൽ കളിക്കുക എന്നത് എല്ലാവർക്കും കഴിയുന്ന ഒരു കാര്യമല്ല. വൈഭവ് സൂര്യവംശിയുടെ ആ ഒരു മൈൻഡ് സെറ്റ് അപാരമാണെന്ന് നേരത്തെ തന്നെ രാഹുൽ ദ്രാവിഡ് പറഞ്ഞു. IPL-ലെ നേരിടുന്ന ആദ്യ പന്തിൽ തന്നെ ഷാർദുൽ താക്കൂറിനെ പോലൊരു ഇന്റർനാഷണൽ ബൗളറെ സിക്സർ അടിക്കാൻ കാണിച്ച ആ ചങ്കൂറ്റം മറക്കാൻ കഴിയില്ല എന്നാണ് ദ്രാവിഡ് പറഞ്ഞത്. മൈൻഡ് സെറ്റ് എന്നത് ഒരാളുടെ സ്വന്തമായ കാര്യമാണ്. അത് ആർക്കും പഠിപ്പിച്ച് കൊടുക്കാൻ കഴിയുന്ന ഒന്നല്ല. ഇന്നലെ വൈഭവ് ക്രീസിൽ നിൽക്കുമ്പോൾ സ്ക്രീനിൽ കാണുന്ന പ്രൊജക്ടർ സ്കോർ നോക്കിയാൽ അയാളുടെ റേഞ്ച് മനസ്സിലാകും. നിലവിലെ റൺ റേറ്റ് ആണെങ്കിൽ 484 എന്ന സ്കോറിലേക്ക് എത്തും. ഓവറിൽ 11 വെച്ചാണ് സ്കോർ ചെയ്യുന്നതെങ്കിൽ അത് 521 ആകും. 13 വെച്ചാണെങ്കിൽ 577, 15 ആണെങ്കിൽ 633 ആകും ഇന്ത്യയുടെ സ്കോർ. ഇന്നേ വരെ കാണാത്ത ഒരു പ്രൊജക്ടർ സ്കോർ ആയിരുന്നു അത്. എന്നാൽ വൈഭവിന്റെ പ്രകടനം കാണുമ്പോൾ ചൊറിഞ്ഞു വരുന്ന ഒരു കൂട്ടം ആളുകളുമുണ്ട്. പാകിസ്ഥാനിലും ബംഗ്ലാദേശിലുമാണ് ഈ കൂട്ടത്തിൽ കൂടുതലായി ഉള്ളത്. പാകിസ്ഥാന്റെ മുൻ താരങ്ങളായ ബാസിദ് അലി, ജുനൈദ് ഖാൻ എന്നിവർ ചോദ്യം ചെയ്യുന്നത് വൈഭവ് സൂര്യവംശിയുടെ പ്രായത്തെയാണ്. വൈഭവ് ജനിച്ചത് 2011 മാർച്ച് 27-ാം തീയതിയാണ്. ഒരു സാധാരണ കർഷക കുടുംബത്തിന് ക്രിക്കറ്റ് അന്ന് സ്വപ്നത്തിൽ പോലും ഉണ്ടാവില്ലായിരുന്നു. ക്രിക്കറ്റ് പോലെയുള്ള ചെലവേറിയ കായിക ഇനത്തിൽ മകനെ വളർത്തുക എന്നത് വലിയൊരു വെല്ലുവിളിയായിരുന്നു. അതുകൊണ്ട് ജനനത്തീയതി ഒന്നും ആരും അന്നേരം തിരുത്തില്ല. പിന്നീട് തന്റെ മകന്റെ പ്രതിഭ തിരിച്ചറിഞ്ഞ അച്ഛൻ സഞ്ജീവ് സൂര്യവംശി എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചാണ് അവനെ ക്രിക്കറ്റ് ലോകത്തേക്ക് എത്തിക്കുന്നത്. വൈഭവിന്റെ മികവ് തിരിച്ചറിഞ്ഞ രാജസ്ഥാൻ റോയൽസ് 1,10,00,000 രൂപയ്ക്ക് ലേലത്തിൽ എടുത്തതോടെ ചരിത്രം വഴിമാറുകയായിരുന്നു. ഒരു കർഷകന്റെ മകനിൽ നിന്ന് കോടിപതിയായ ക്രിക്കറ്റ് താരത്തിലേക്കുള്ള വൈഭവിന്റെ വളർച്ച നമ്മൾ കാണുകയാണ്. ആധുനിക യുഗത്തിൽ ഇന്ത്യയിൽ എല്ലാം കൃത്യമായി രേഖപ്പെടുത്താറുണ്ട്. വൈഭവിന് അല്ലെങ്കിൽ ആർക്കും തന്നെ പ്രായവുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് നടത്താൻ എളുപ്പത്തിൽ കഴിയില്ല. മാത്രമല്ല, പ്രായവുമായി ബന്ധപ്പെട്ട തട്ടിപ്പിനെതിരെ BCCIക്ക് കർശനമായ നിയമങ്ങളുമുണ്ട്. ബോൺ ടെസ്റ്റ് എന്ന എല്ലിന്റെ കാഠിന്യം പരിശോധിച്ച് അവർ പ്രായം നിർണ്ണയിക്കും. അതുകൊണ്ട് വൈഭവ് സൂര്യവംശിക്ക് ഇപ്പോൾ 14 വയസ്സ് തന്നെയാണ്. ഈ വരുന്ന മാർച്ച് 27-ന് അവന് 15 വയസ്സാകും. അതോടെ ദേശീയ ടീമിലേക്ക് അയാൾ എത്തുകയും ചെയ്യും. പ്രായത്തിൽ കള്ളം കാണിക്കാൻ ഇത് പാകിസ്ഥാനോ ബംഗ്ലാദേശോ അല്ല. അന്താരാഷ്ട്ര മത്സരത്തിൽ അരങ്ങേറ്റം കുറിച്ച ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരൻ പാകിസ്ഥാൻകാരനായ ഹസൻ റാസയാണ്. അത് വ്യാജമായ പ്രായമാണെന്ന് പാകിസ്ഥാനികൾ തന്നെ അക്കാലത്ത് പറഞ്ഞിരുന്നു. പാസ്പോർട്ട് എടുക്കുമ്പോഴാണ് പാകിസ്ഥാനിൽ മിക്കവാറും ആളുകൾ ജനനത്തീയതി പറഞ്ഞു കൊടുക്കുന്നത്. മിക്കവാറും ആളുകൾക്ക് അത് ജനുവരി 1 ആയിരിക്കും. ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ഭൂരിപക്ഷം പാകിസ്ഥാനികളുടെയും പാസ്പോർട്ട് കണ്ടാൽ ഞെട്ടിപ്പോകും. അവരെല്ലാം 18-ാം വയസ്സിൽ ഗൾഫിൽ വന്ന ആളുകളാണ്. അന്താരാഷ്ട്ര ഏകദിനത്തിൽ അരങ്ങേറ്റം കുറിച്ച പ്രായം കുറഞ്ഞ ആളുകളുടെ ലിസ്റ്റ് നോക്കുക. അവിടെ കൃത്യമായി രേഖപ്പെടുത്തിയ ഒരാൾ നമ്മുടെ സൂപ്പർ താരം സച്ചിൻ തെണ്ടുൽക്കറാണ്. ഹസൻ റാസ അവിടെയും ഏറ്റവും മുകളിൽ തന്നെയുണ്ട്. ഇനി അതേപോലെ ടെസ്റ്റ് ക്രിക്കറ്റിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ആളുകളുടെ ലിസ്റ്റ് എടുത്ത് നോക്കിയാലും പാകിസ്ഥാൻ തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. ഒപ്പം നിൽക്കാൻ സഹോദര രാജ്യമായ ബംഗ്ലാദേശുമുണ്ട്. നിയമവും വ്യവസ്ഥയും ഒന്നും ഇല്ലാത്ത രണ്ട് പ്രാകൃത രാജ്യങ്ങളിൽ പ്രായം തിരുത്തലൊന്നും ഒരു വിഷയമല്ല. നമ്മുടെ ക്രിക്കറ്റ് ബോർഡ് വിചാരിച്ചാൽ ആ റെക്കോർഡ് സൂര്യവംശിയുടെ പേരിൽ ഇരുന്നേനെ. എന്നാൽ 15 വയസ്സ് എന്നൊരു മാനദണ്ഡം കൂടെ BCCI വെച്ചിട്ടുണ്ട്. അത് വെച്ച് നോക്കിയാൽ മാർച്ച് 27-ന് ശേഷം മാത്രമേ വൈഭവ് സൂര്യവംശി ഇന്ത്യക്കായി കളിക്കാൻ ഇറങ്ങുകയുള്ളൂ. എന്തായാലും ഇനി വരാൻ പോകുന്നത് വൈഭവിന്റെ കാലമാണ്. ചുരുങ്ങിയത് ഒരു 20 വർഷമെങ്കിലും ആ പേര് ഇന്ത്യൻ ക്രിക്കറ്റിലുണ്ടാകും. ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരൻ എന്ന റെക്കോർഡ് ഉണ്ടാകില്ലെങ്കിലും ഏറ്റവും നല്ല ബാറ്റർ എന്ന പേര് അയാൾക്കുണ്ടാകും. ഇന്ത്യക്കായി ഒരുപാട് റെക്കോർഡുകളും വൈഭവ് സൂര്യവംശി തകർത്തെറിയും എന്ന കാര്യം ഉറപ്പാണ്.